നമസ്കാരം. നവരാത്രി കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് എല്ലാവർക്കും അറിയാം, ശുംഭൻ, നിശുംഭൻ, മഹിഷാസുരൻ എന്നിവരെ വധിച്ച് ദേവി വിജയം ആഘോഷിക്കുന്ന ദിവസമാണ് വിജയദശമി. കൽപ്പാത്തിയിൽ ഇപ്പോഴും പഴയ ആചാരപ്രകാരം ചാത്തപ്പുരം ഗണപതിയും ലക്ഷ്മി നാരായണ പെരുമാളും പഴയ കൽപ്പാത്തിയിൽ ശിവൻ്റെ അമ്പലത്തിൽ ശിവനും പാർവതിയും കൂടി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് വന്ന് അവിടെ വാഴ കെട്ടിയിട്ടുണ്ടാവും. അത് അസുരനായി സങ്കല്പിച്ച് വാഴ വെട്ടി അമ്പും വില്ലും അതാത് പുരോഹിതന്മാർ മുകളിലേക്ക് വിടും. ആ അമ്പ് ആർക്ക് കിട്ടുന്നുവോ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യമാണ്, നമുക്ക് വിജയം വരും എന്നാണ് സങ്കല്പം. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം കൽപ്പാത്തിയിലായതുകൊണ്ട് ഈ വർഷം പോയില്ലെങ്കിലും അതിൻ്റെ പണ്ടത്തെ ആ രീതികൾ അല്ലേ, കൽപ്പാത്തിയാണ് ഏറ്റവും വലിയ ഓരോ ആഗ്രഹങ്ങൾ 198 എന്നൊക്കെ പറയും. ഒരുപാട് 100ഓളം അഗ്രഹാരങ്ങൾ പാലക്കാട് ജില്ലയിലുണ്ട്. എന്നിരുന്നാലും കൽപ്പാത്തിയാണ് ഒരു അഗ്രഹാര കൂട്ടം എന്ന് പറയാം. അതായത് ഈ 4 അമ്പലങ്ങളും കൂടിയിട്ടാണ് പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം. അപ്പം അങ്ങനെ എന്നും അവിടെ ഉത്സവമാണ്. കൽപ്പാത്തിയിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉത്സവങ്ങൾ, തമിഴ് ആചാരപ്രകാരമുള്ള ഉത്സവങ്ങൾ കാണാം. അപ്പോൾ ഇത് അമ്പും വില്ലും എന്നാണ് പറയുന്നത് വിജയദശമി ദിവസം.